എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ലഡു കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ദീപാവലി സ്പെഷ്യലായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വീറ്റൊക്കെ കഴിക്കാൻ താല്പര്യമുള്ള സമയത്ത് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ലഡു. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിൽ ആവശ്യമുള്ളൂ. ഈ ലഡു തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് 22 ലഡു ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്വീറ്റ് ഈ ഒരു ദീപാവലിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അങ്ങനെ നമുക്ക് ഈ ഒരു ലഡു ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ പീനട്ട് ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് പീനട്ടാണ് എടുത്തിരിക്കുന്നത്. പീനട്ട് എടുക്കുമ്പോൾ ഇതുപോലത്തെ ചെറിയ പീനട്ട് എടുക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. 1/2 കപ്പ്, അങ്ങനെ 1.5 കപ്പ് പീനട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അതിനകത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇരുമ്പ് കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അളന്ന് വെച്ചിട്ടുള്ള 1.5 കപ്പ് പീനട്ട് ചേർക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം നമുക്ക് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ദീപാവലിയൊക്കെ ആകുമ്പോൾ എപ്പോഴും നമുക്ക് സ്വീറ്റ്സ് കഴിക്കണമല്ലോ. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് നമ്മളിന്നിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. പീനട്ടിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 1-2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പീനട്ട് ലഡു തയ്യാറാക്കുന്നത്. അപ്പോൾ നന്നായി ഒന്ന് റോസ്റ്റായി കിട്ടുന്നവരെയാണ് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഡ്രൈ റോസ്റ്റാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതൊന്ന് പൊട്ടി വരാൻ തുടങ്ങും. ആ ഒരു രീതിയിലേക്ക് ആവുന്നവരെയാണ് നമുക്ക് ഈ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ധാരാളം പ്രോട്ടീനാണ് ഈ ഒരു പീനട്ടിൽ അടങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പാവങ്ങളുടെ ബദാം എന്നാണ് നമ്മൾ ഈ ഒരു പീനട്ടിനെ അറിയപ്പെടുന്നത്. പീനട്ടിന് 2 രീതിയിലുള്ള പീനട്ടാണ് കണ്ടിട്ടുള്ളത്. ഒന്ന് കുറച്ചും കൂടി ഒരു നീളത്തിലുള്ള പീനട്ട്, പക്ഷേ അതിന് ആ ഒരു പീനട്ടിൻ്റെ ടേസ്റ്റ് അത്ര ഉണ്ടാവാറില്ല. അതായത് ഈ ഒരു രീതിയിലുള്ള ചെറിയ പീനട്ടിനാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് റോസ്റ്റഡ് പീനട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് പീനട്ട് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. എപ്പോഴും ഇതുപോലത്തെ പീനട്ടെല്ലാം റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല അടി കട്ടിയുള്ള ഒരു ഇരുമ്പ് കടായിയോ അല്ലെങ്കിൽ ഉരുളിയോ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടുന്നതാണ്. ഇതാ ചെറുതായിട്ട് ഓരോന്നോരോന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങുന്നുണ്ട്. നന്നായി റോസ്റ്റായി കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് തിരുമ്മുമ്പോൾ തന്നെ ഇതിൻ്റെ സ്കിന്നെല്ലാം റിമൂവായി കിട്ടുന്നതാണ്. ഇതാ പീനട്ടിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാം പൊട്ടി വരാനും തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് മൂത്ത് വരുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് അടുപ്പിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി നമുക്കത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ചൂടായി കിടക്കുന്ന ഈ കടായിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എള്ളാണ് ചേർക്കുന്നത്. ഇത് വെളുത്ത എള്ളാണ്. 2 ടേബിൾ സ്പൂൺ. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. സ്ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയുള്ളൂ. ഇനി നമുക്ക് ഈ എള്ളം സ്റ്റൗവിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി നമ്മൾ ഈ കടായിലേക്ക് ചേർക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ആണെങ്കിൽ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് മാറുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഒന്ന് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കത് സ്റ്റൗവിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഏലക്കയാണ്. എൻ്റെ ഒരു ചെറിയ ഏലക്ക ആയതുകൊണ്ട് ഞാനൊരു 4 ഏലക്ക ചേർക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തിട്ട് വേണം പൊടി ചേർക്കാൻ. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർത്താലും മതി. അപ്പോൾ ലഡുവിനൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏലക്ക ഇതിലേക്ക് ചേർക്കുന്നത്. അതിനത് ഏലക്ക നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതും സ്റ്റൗവിൽ നിന്ന് എടുത്തു മാറ്റാം. കടലയുടെ ഒരുവിധം ചൂടൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒന്നിങ്ങനെ തിരുമ്മി എടുക്കുമ്പോൾ തന്നെ ചെറിയ ചൂടുണ്ട്. തിരുമ്മി എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തണുത്ത ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പീനട്ടെല്ലാം തണുത്തിട്ടുണ്ട്. അതിങ്ങനെ കൈകൊണ്ടൊന്ന് ഞരടി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ നന്നായി പോകുന്നതാണ്. ഇതുപോലെ ഒരു ഹോളുള്ള കൊട്ടയിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ തന്നെ റിമൂവ് ആയ സ്കിന്നെല്ലാം താഴെ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മാക്സിമം
ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും സ്കിന്ന് നമുക്ക് പീനട്ട് റോസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള പീനട്ട് ചേർക്കാം. എന്നിട്ട് നമുക്ക് പൾസ് മോഡിലിട്ടിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഈ പീനട്ട് ക്രഷ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏലക്കയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഇതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ളു ഉപ്പാണ്. നമ്മൾ ഏത് സ്വീറ്റ് ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ആ സ്വീറ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാനും സാധിക്കുന്നതാണ്. ഇനി ഇത് നന്നായി ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പീനട്ടെല്ലാം നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ആയി കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള എള്ളും അതുപോലെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പീനട്ട് നന്നായി അരഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്ന് എണ്ണയൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലേക്ക് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. തരിതരിപ്പോട് കൂടിയിട്ടാണ് നമ്മളിതിപ്പോൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ മധുരത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. ഞാനിവിടെ ഇപ്പോൾ 2 ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്ററിൻ്റെ ഈ ഒരു വലിയ ഹോളിലൂടെയാണ് ഞാനിപ്പോൾ ശർക്കര ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 2 ശർക്കരയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരയുടെ പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അങ്ങനെ ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 6 kg ഗീ ആണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഗീ നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കറുത്ത മുന്തിരിയാണ്. നമുക്ക് ഈ ലഡു ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കറുത്ത മുന്തിരി ചേർക്കുന്നത്. മുന്തിരി ഒന്ന് നെയ്യ് കിടന്നൊന്ന് റോസ്റ്റ് ആവട്ടെ. അങ്ങനെ മുന്തിരി എല്ലാം ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇത്രയും റോസ്റ്റ് ആയാൽ മതി. ഇനി നമുക്കിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന നെയ്യിലേക്കാണ് ശർക്കര ഗ്രേറ്റ് ചെയ്തത് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 2 ശർക്കരയാണ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തത്. അതിനുശേഷം ശർക്കരയും നെയ്യുമായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നവരെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ശർക്കരയും നെയ്യുമായിട്ട് നന്നായിരുന്നു മിക്സായി വന്നിട്ടുണ്ട്. നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അതിനകത്ത് ശർക്കരയൊക്കെ നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് നമുക്ക് ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പീനട്ട് മിക്സ് ചേർക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഈ ഒരു മിക്സ് നമുക്ക് ശർക്കര പാനിയിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി കമ്പൈൻ ചെയ്തെടുക്കാം. അങ്ങനെ മെൽറ്റായ ശർക്കരയിട്ട് മിക്സായി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നത് കാണാം. നന്നായി മിക്സായി വരട്ടെ. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നല്ലൊരു ഫ്ലേവറാണ് കിച്ചണിൽ ഉണ്ടാവുക. അങ്ങനെ ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായി കമ്പൈനായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി കിട്ടിയാൽ മതി. ഇനി ഒരു ഇളം ചൂടോടുകൂടിയാണ് നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കേണ്ടത്. അല്പം നെയ്യൊന്ന് കയ്യിൽ പുരട്ടിയിട്ട് വേണം ഇത് നമുക്ക് ഉണ്ട പിടിക്കാൻ. അപ്പോൾ അതൊരു ഇളം ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ ഉണ്ട പിടിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉണ്ട പിടിക്കാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ലഡു ആണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ബാക്കിയുള്ളതും ഒന്ന് ഉണ്ട പിടിക്കട്ടെ. അങ്ങനെ കംപ്ലീറ്റ് ലഡു ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 22 ലഡു ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ദീപാവലിക്ക് ഈ പീനട്ട് ലഡു തയ്യാറാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.